ഉഡുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കർണാടകയിലെ തീരദേശ നഗരമായ ഉഡുപ്പിയിലാണ് ലോകപ്രസിദ്ധമായ ഉഡുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മംഗലാപുരത്ത് നിന്നും ഏകദേശം 60 കിലോമീറ്റർ മാറിയാണ് ഈ പുണ്യകേന്ദ്രം നിലകൊള്ളുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത വൈഷ്ണവ സന്യാസിയും ദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ സ്ഥാപകനുമായ ശ്രീ മധ്വാചാര്യരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പരമ്പരാഗത തടി കുത്തുപണികളും മനോഹരമായ തൂണുകളുമുള്ള കേരള കർണാടക തീരദേശ വാസ്തുവിദ്യാ ശൈലിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ നിത്യനിദാന പൂജകളും ഭരണവും സുഗമമായി നടത്തുന്നതിനായി മധ്വാചാര്യർ തൻ്റെ 8 പ്രമുഖ ശിഷ്യന്മാരെ ഉൾപ്പെടുത്തി 8 മഠങ്ങൾ സ്ഥാപിച്ചു, അഥവാ അഷ്ടമഠങ്ങൾ. ഓരോ 2 വർഷം കൂടുമ്പോഴും പര്യയം എന്ന ഫെസ്റ്റിവലിലൂടെ, ഈ ചടങ്ങിലൂടെ ഈ മഠങ്ങൾ മാറി മാറിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഉഡുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ദ്വാപരയുഗവും കലിയുഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കഥ ഇങ്ങനെയാണ്. ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ വെച്ച് ശ്രീകൃഷ്ണൻ്റെ മാതാവായ ദേവകിക്ക് ഒരു വിഷമമുണ്ടായി. കൃഷ്ണൻ്റെ ബാലലീലകൾ നേരിട്ട് കാണാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന്. അതിന് കാരണം എന്തെന്നാൽ കൃഷ്ണൻ വളർന്നത് അമ്പാടിയിലെ യശോദയുടെ അടുത്തായിരുന്നു. ഈ അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കൃഷ്ണൻ പെട്ടെന്നൊരു കൊച്ചുകുട്ടിയായി മാറി. വെണ്ണ മോഷ്ടിച്ചും മൺകലങ്ങൾ ഉടച്ചും ബാലലീലകൾ കാട്ടിക്കൊടുത്തു. ഇത് കണ്ട് കൊതി തീരാത്ത യശോദ കൃഷ്ണൻ്റെ ഈ ബാലരൂപം എപ്പോഴും കാണാനായി ഒരു വിഗ്രഹം നിർമ്മിക്കുവാൻ വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ടു. ഒരു കൈയിൽ മത്തും മറുകൈയിൽ കയറുമുള്ള വെണ്ണപ്പാലിൽ തീർത്ത അതീവ മനോഹരമായ ഒരു ബാലകൃഷ്ണ വിഗ്രഹം വിശ്വകർമാവ് നിർമ്മിച്ചു നൽകി. ദ്വാരകയിൽ ഈ വിഗ്രഹമായിരുന്നു പിന്നീട് പൂജിച്ചിരുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ കൃഷ്ണൻ ഭൂമിയിലെ ലീലകൾ അവസാനിപ്പിക്കുകയും ദ്വാരക സമുദ്രത്തിനടിയിലാവുകയും ചെയ്തപ്പോൾ ഈ വിഗ്രഹവും കടലിൽ മറഞ്ഞുപോയി. നൂറ്റാണ്ടുകളോളം കടലിലെ മൺതിട്ടകൾക്കിടയിൽ കിടന്ന ഈ വിഗ്രഹത്തിന്മേൽ ഗോപീചന്ദനം വന്നടിഞ്ഞ് അതൊരു വലിയ ചന്ദനക്കട്ട പോലെയായി മാറി. 6-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം ദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപയോക്താവായ ശ്രീ മധ്വാചാര്യർ ഉഡുപ്പിക്ക് അടുത്തുള്ള മൽപേ കടൽ തീരത്ത് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരു വലിയ വ്യാപാരക്കപ്പൽ മുങ്ങുവാൻ തുടങ്ങി. മധ്വാചാര്യർ തൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ ഇത് കാണുകയും കാവ്യവസ്ത്രം വീശി കൊടുങ്കാറ്റടക്കി കപ്പലിനെ സുരക്ഷിതമായി കരക്കടുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണിത്. കൃതജ്ഞതയായി കപ്പലിൻ്റെ ക്യാപ്റ്റൻ തനിക്ക് വിലപിടിപ്പുള്ള എന്തും സമ്മാനമായി തരാമെന്ന് ഏറ്റു. എന്നാൽ ആചാര്യൻ ആവശ്യപ്പെട്ടത് കപ്പലിൽ ഭാരത്തിനായി വെച്ചിരുന്ന 2 വലിയ ഗോപീചന്ദനക്കെട്ടകളായിരുന്നു. മധ്വാചാര്യർ ആ ചന്ദനക്കെട്ടകൾ ഉടച്ചപ്പോഴാണ് അതിലൊന്നിൽ നിന്ന് അതിശയകരമായ ബാലകൃഷ്ണ വിഗ്രഹം പുറത്തു വന്നത്. അതായത് ആ മറ്റേ കെട്ടയിൽ ബലരാമൻ്റെ വിഗ്രഹവുമായിരുന്നു. അത് അദ്ദേഹം വടഭാഡേശ്വരത്ത് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. താൻ സ്വപ്നത്തിൽ കണ്ട വിഗ്രഹം തന്നെയാണെന്ന് മനസ്സിലാക്കിയ മധ്വാചാര്യർ അതീവ ഭക്തിയോടെ ആ കൃഷ്ണവിഗ്രഹം തലച്ചുമടായി ഉഡുപ്പിയിലേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള മധ്വസരോവരം എന്ന കുളത്തിൽ കഴുകി ശുദ്ധമാക്കി മംഗളകരമായ ഒരു ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഇവിടെ ഭക്തർക്ക് ഭഗവാനെ നേരിട്ട് കാണുവാൻ കഴിയില്ല. പകരം 9 ദ്വാരങ്ങളുള്ള ഒരു വെള്ളി ജനാലയിലൂടെയാണ് ഭഗവാനെ ദർശിക്കേണ്ടത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തകവിയായ കനകദാസന് താഴ്ന്ന ജാതിക്കാരനായതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം വിഷമത്തോടെ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തിരുന്ന ഭഗവാനെ വിളിച്ച് കണ്ണീരോടുകൂടി പാട്ടുകൾ പാടി പ്രാർത്ഥിച്ചപ്പോൾ കനകദാസന്റെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ കിഴക്കോട്ട് ദർശനമായിരുന്ന തൻ്റെ വിഗ്രഹം പടിഞ്ഞാറോട്ട് തിരിക്കുകയും കനകദാസന് ദർശനം നൽകാനായി ക്ഷേത്രമതിലിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തു. ഇതാണ് പിന്നീട് കനകനക്കിണ്ടി എന്ന് അറിയപ്പെട്ടത്. ഇന്ന് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ആദ്യം ഈ ജനലിലൂടെ വേണം ഭഗവാനെ ദർശിക്കുവാൻ. ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭക്തർക്ക് സമർപ്പിക്കാവുന്ന ഒട്ടനവധി സവിശേഷമായ വഴിപാടുകളൊക്കെയുണ്ട്. അവിടുത്തെ മഠാധിപതിമാരുടെ നേതൃത്വത്തിലാണ് പ്രധാന പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കുന്നത്. അവിടുത്തെ പ്രധാനമായിട്ടുള്ളവ രഥോത്സവങ്ങളാണ്. സുവർണരഥസേവ, രജതരഥസേവ, മഹാപൂജ സഹിത രഥസേവ എന്ന വലിയ പൂജകളോടൊപ്പമുള്ള പല രഥത്തിലുള്ള ഭഗവാന്റെ എഴുന്നള്ളിപ്പുകളുണ്ട്.
അതുപോലെ തന്നെ നിത്യ അന്നദാന സേവ, ഹസ്തോദക സേവ, അതുപോലെ മഹാപൂജ സേവ, രംഗപൂജ, കാർത്തിക ദീപസേവ, ലഡ്ഡു പ്രസാദ സേവ, അയ്യപ്പ പ്രസാദ സേവ, പഞ്ചാമൃത അഭിഷേകം എന്നിങ്ങനെ അഭിഷേകവും സേവവുമായിട്ട് ഒരുപാട് വഴിപാടുകൾ. അതുപോലെ തന്നെ പ്രധാനമാണ് തുലാഭാരവും സഹസ്രനാമാർച്ചനയുമൊക്കെ. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായുള്ള വസ്ത്രധാരണ രീതി സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ഉള്ള വസ്ത്രധാരണ രീതിയാണെങ്കിലും ധോത്തി അല്ലെങ്കിൽ ഫുൾ പാൻറ്റോ ധരിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിലാണെങ്കിൽ പ്രവേശിക്കുവാൻ. ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ടും ബനിയനും ഊരി മാറ്റേണ്ടതുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെയാണ് മൂകാംബികയിലും ഉടുപ്പിയിലെ ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഊരി മാറ്റണം. ഷോർട്ട്സ്, ബർമുഡ, ലുങ്കി എന്നിവ അനുവദനീയമല്ല. സാരി, സൽവാർ കമ്മീസ്, അതായത് ദുപ്പട്ടയോട് കൂടിയിട്ടുള്ള സൽവാർ കമ്മീസോ ഹാഫ് സെറ്റ് സാരി മുണ്ട് അല്ലെങ്കിൽ നീളമുള്ള സ്കേർട്ടുകൾ എന്നിവയ്ക്ക് ധരിക്കാം. സ്ലീവ്ലെസ് ആയതോ മുട്ടിന് മുകളിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ഒഴിവാക്കണമെന്ന് അവർ നിഷ്കർഷിക്കുന്നുണ്ട്. ദർശന സമയം എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെയും രാത്രി 7 മുതൽ 9 വരെയും എത്തുന്ന ഭക്തർക്ക് സൗജന്യമായി അന്നദാനവും ഇവിടെ നൽകി വരുന്നുണ്ട്. ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കിയാൽ ഉടുപ്പിയിൽ സ്വന്തമായി അല്ലെങ്കിൽ ഉടുപ്പിയിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. വിമാനമാർഗമാണെങ്കിൽ തൊട്ടടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് മംഗലാപുരം റെയിൽവേ വിമാനത്താവളമാണ്. അവിടെ നിന്നും നമുക്ക് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് ഉടുപ്പി സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗമാണെങ്കിൽ കേരളത്തിൽ നിന്നും KSRTC ബസ്സുകളും കർണാടക RTC ബസ്സുകളും എല്ലാം മംഗലാപുരം വഴി ഉടുപ്പിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. മംഗലാപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് കൃത്യമായ ഇടവേളകളിൽ അല്ലാതെ തന്നെ ലക്ഷറി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും എല്ലാം ലഭ്യമാണ്. ഈ വഴികളിലെല്ലാം കൂടെ നമുക്ക് ഈ പ്രസിദ്ധമായ അമ്പലത്തിലേക്ക് എത്തിച്ചേരാം. സാധനാപത്തിനൊപ്പം നമുക്ക് സന്ദർശിക്കാം വളരെ പ്രധാനമായിട്ടുള്ള ഉടുപ്പിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. ഏവർക്കും സ്വാഗതം.